അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അവൻ യത്നിക്കുകയാണ്, അവൻ പ്രവർത്തിക്കുകയാണ്, പ്രയത്നിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന വിശപ്പ് അത് വിശപ്പേ അല്ല, ആ ദാഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ക്ഷമയാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള ദാഹമാണ്. അതുകൊണ്ട് തന്നെ ആ ദാഹം അവന് ദാഹമായി തോന്നുകയില്ല. കാരണം അടിമയ്ക്ക് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വല്ലാത്ത വിശപ്പുണ്ട്, വിഭവ സമൃദ്ധമായ ഭക്ഷണ പാനീയങ്ങൾ അവൻ്റെ മുമ്പിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലേക്ക് തിരിയുന്നതേയില്ല. കാരണം അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് അടിമ അവൻ്റെ കൽപ്പന അംഗീകരിക്കുകയാണ്, അനുസരിക്കുകയാണ്. വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും അവൻ അതിനെ മാറ്റിവെക്കുകയാണ്. കാരണം ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് അടിമ അതിന് വഴങ്ങുകയാണ്. സൗന്ദര്യവതിയായ ഭാര്യ അവൻ്റെ മുമ്പിലുണ്ട്. വികാര വിചാരങ്ങൾ അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കുന്നുണ്ടെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആ വികാര വിചാരങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കുകയാണ്. കാരണം അവൻ്റെ ലക്ഷ്യം അള്ളാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം മുതൽ നിശ്ചയിച്ച സമയം വരെ അവൻ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറുകയാണ്. എല്ലാത്തിൽ നിന്നും, വികാര വിചാരങ്ങളിൽ നിന്നും, ദുന്യവിയായ എല്ലാ വിഷയങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുകയാണ്. അവന്റെ ലക്ഷ്യം സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പ്രതിഫലവും നേടിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് അടിമയ്ക്കുള്ളത്. ആ രീതിയിലാകണം ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ. ആ പൊരുത്തത്തിലൂടെയും പ്രീതിയിലൂടെയും ഉന്നതമായ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നാളെ ആസ്വദിച്ചറിയാൻ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നോക്കിൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മാലാഖമാര് മുഖാന്തിരം വിളിച്ചു ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. എനിക്ക് വേണ്ടി വിശന്നവരെവിടെ? എന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട്, എന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നോമ്പെടുത്തവരെവിടെ എന്ന് അള്ളാഹു വിളിച്ചു ചോദിക്കുന്ന സന്ദർഭം. അവർക്ക് അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗീയ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതിലേക്ക് മാടി വിളിക്കുന്ന സന്ദർഭം. മലക്കുകൾ മാടി വിളിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള സ്വർഗീയ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊള്ളുക എന്ന് മലക്കുകൾ ആവേശത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ നോമ്പുകാരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന സന്ദർഭങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും ആ ഉന്നതമായ സ്വർഗ കവാടങ്ങളിലൂടെ കടന്നു ചെന്ന് ഇഷ്ടപ്പെട്ട സ്വർഗ കവാടങ്ങളിലൂടെ കടന്നു ചെല്ലാൻ അതാണ് വിളിച്ചു പറയുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട നോമ്പുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവാടങ്ങളിലൂടെ കടന്നു ചെല്ലാം. സ്വർഗത്തിലേത് കവാടത്തിലൂടെയും നിങ്ങൾക്ക് കടന്നു ചെല്ലാം. പ്രത്യേകമായി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് നോമ്പുകാർക്ക് മാത്രമായി. ആ കവാടത്തിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കടക്കാം. അതല്ല, സ്വർഗീയ കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും നിങ്ങൾക്ക് കടന്നു വരാം എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന സന്ദർഭം. ആ സന്ദർഭത്തെയാണ് വിശ്വാസി കാതോർത്ത് കാത്തിരിക്കുന്നത്. ആ വിളിക്ക് വേണ്ടിയാണ് അവൻ നോമ്പെടുക്കുന്നത്. ആ വിളിക്കുത്തരം ചെയ്യാൻ വേണ്ടിയാണ് അടിമ ഉടമസ്ഥന്റെ കൽപ്പന അംഗീകരിക്കുന്നത്, അനുസരിക്കുന്നത്. നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടതും ആ രീതിയിലുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ആ ഉന്നതമായ പ്രതിഫലവും ഉന്നതമായ സ്വർഗവും കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം അടിമകളാകുന്ന നാം ഓരോരുത്തർക്കും വേണ്ടത്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.